it's Tailfrog, let's fly, let's fly. Hey, it's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. Hello guys, welcome back to Tailfrog. Tailfrog, let's fly, let's fly. Hey, it's Tailfrog, let's fly, let's fly. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2001 പുറത്തിറങ്ങിയ ആക്ഷൻ അഡ്വഞ്ചർ ട്രഷർ ഹണ്ടിങ് വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു കിടുക്കാച്ചി മൂവിയാണ്. അപ്പൊ എങ്ങനെയാ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. It's Tailfrog. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു ബുദ്ധ മന്ദിരമൊക്കെ പോലുള്ള ഭയങ്കര കാമാൻ കവൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടേക്ക് ഒരാള് തല കീഴായിട്ട് ഒരു റോപ്പിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇവളാണ് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ലാറ. അവളിപ്പോ ആ ഒരു കയറി കൂടെ മെല്ലെ ഊർന്നിട്ട് ഇപ്പൊ നിലത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ലാറ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് അകലെയായിട്ട് എന്തോ ഒരു തിളങ്ങുന്ന വസ്തു ഉണ്ട്. ഇതെടുക്കാനാണെന്ന് തോന്നുന്നു അവൾ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവളുടെ ഗണ്ണൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ ആ ഒരു വസ്തുവിന്റെ അടുത്തേക്ക് അവളിങ്ങനെ നടന്നു വരികയാണ്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു റോബോട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഈ റോബോട്ട് അവൾ ആക്രമിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ ആ റോബോട്ടും ലാറയും കൂട്ടിയിട്ട് അവിടെ കിടന്ന് നല്ല രീതിക്ക് തന്നെ ഫൈറ്റ് ചെയ്യാണ്. എന്താ പറയാ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു റോബോട്ട് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിനെ എത്ര ഷൂട്ട് ചെയ്തിട്ടും അത് നശിക്കുന്നുണ്ടായിരുന്നില്ല. അത് വീണ്ടും വീണ്ടും എണീറ്റ് വന്നിട്ട് ലാറേന്റെ അടുത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാറയ്ക്കാണെങ്കിൽ സൈഡ് കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണ് ഈ റോബോട്ടിന്റെ മുകളിലേക്ക് വലിച്ചിടുന്നുണ്ട്. ഇപ്പൊ റോബോട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് വിചാരിച്ചിട്ട് അവള് മെല്ലെ നടന്നിട്ട് ആ ഒരു വസ്തു എടുക്കാനായിട്ട് പോവാണ്. എന്നാൽ അപ്പോഴും ആ ഒരു റോബോട്ട് കേടായിട്ടുണ്ടായിരുന്നില്ല. അത് ചാടി എണീറ്റിട്ട് അവളുടെ നേരെ പാഞ്ഞു വരികയാണ്. ഇപ്പൊ ലാറ ഒരു കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അനുസരണയുള്ള ഒരു ഡോഗിനെ പോലെ നമ്മുടെ ഈ റോബോട്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ്. ഇപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ലാറ ട്രെയിനിങ് എടുക്കുന്ന ഒരു സ്ഥലമാണത്. ഈ ഒരു ഫൈറ്റിംഗും കാര്യങ്ങളൊക്കെ ലാറ ഇവിടെ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോബോട്ടാണത്. ഇപ്പൊ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ റോബോട്ടിനെ വിളിച്ചോണ്ട് അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. ആ റോബോട്ടിനെ ചവിട്ടി കൂട്ടിയിട്ട് അവൾ ഒരു ഇഞ്ച് പരുവാക്കിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ബ്രേസ് പറയാണ്, എന്താണ് ലാറ നീ കാണിച്ചു വെച്ചേക്കുന്നത്, എനിക്കിതിനകത്ത് ഇനി ഒരുപാട് പണിയെടുക്കേണ്ടി വരുമല്ലോ എന്നിങ്ങനെ പറയാണ്. ബ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവന്റെ ജോലി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റോബോട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അവളുടെ വീട്ടിലുള്ള സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ബ്രേസിന്റെ ഒരു പരിപാടികൾ. ലാറയുടെ മാനേജർ ആയിട്ടുള്ള ഹിലറി അങ്ങോട്ടേക്ക് വരാണ്. ഹിലറി ആയിട്ട് ഇപ്പൊ പല കാര്യങ്ങളും സംസാരിച്ചിട്ട് ലാറയെ പുള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ലാറയുടെ അമ്മയച്ചനൊക്കെ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഈ ഒരു കൊട്ടാരം പോലുള്ള വീട്ടില് അവളുടെ കൂടെ ഹിലറിയും ബ്രേസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്ത് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലിയിലെ വെനീസ് എന്ന് പറയുന്ന ആ ഒരു നഗരം, നമ്മളൊക്കെ ഒരുപാട് കഥകളിലൂടെയൊക്കെ കേട്ടിട്ടുള്ള ഇലുമിനാറ്റീസിന്റെ ഒരു മീറ്റിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5000 വർഷം കൂടുന്ന സമയത്ത് മാത്രം നടക്കുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസം. സൂര്യനും മറ്റ് ഗ്രഹങ്ങളും കൂടി നേർരേഖയിൽ വരുന്ന ഒരേ ഒരു സമയം. അതിപ്പോ ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കാനായിട്ട് പോവാണ്. ഈ സമയത്ത് അവർക്കൊരു പ്രത്യേകതരം കാര്യം ചെയ്യാനുണ്ട്. ആ ഒരു കാര്യം അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള വളരെ വലിയൊരു ശക്തി ഇലുമിനാറ്റികൾക്ക് വന്ന് ചേരുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് അവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇലുമിനാറ്റീസിന്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള പവൽ എന്ന് പറഞ്ഞ ഒരാളെയായിരുന്നു. ഇപ്പൊ ഇലുമിനാറ്റീസിന്റെ തലവൻ പവലിനെ എവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, എന്തായി നിന്ന് ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ. ഇപ്പൊ അവൻ പറയാണ്, സൂര്യനും മറ്റു ഗ്രഹങ്ങളും കൂടി നേർരേഖയിൽ വരുന്ന ആ ഒരു സമയത്തിന് മുന്നേ നമുക്ക് ആ ഒരു കീ കിട്ടുന്നതാണ്. ഈ കീ എവിടെയാണെന്നുള്ളത് ഞാൻ കൃത്യമായി കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കാനില്ല എന്നിങ്ങനെ പൗല് പറയാണ്. ഇപ്പോ തലവൻ വിളിച്ച് പറയുന്നുണ്ട്, നമുക്ക് ഇനി ഒരാഴ്ച കൂടി മാത്രമേ സമയമുള്ളൂ. നീ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ന്യൂസ് ആണ്. പക്ഷെ ഈ ഒരു അവസരം നമ്മൾ മിസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നീണ്ട 5000 വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. പൗല് ഈ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര കോൺഫിഡൻസിൽ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവന് ഈ ഒരു കീ എവിടെയാണുള്ളതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ലാറ അവളുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയൊരു ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് 3 ഗ്രഹങ്ങൾ ഇപ്പോ നേർരേഖയിൽ വരുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. ഹിലറിയോട് ഈ ഒരു കാര്യങ്ങളൊക്കെ അവൾ സംസാരിക്കുന്ന സമയത്ത് ഹിലറി പറയാണ്, വരാൻ പോകുന്ന 6 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള ഗ്രഹങ്ങളും കൂടി നേർരേഖയിൽ എത്തുന്നതാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അവൾ അവളുടെ ബെഡ്റൂമിൽ പോയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. അന്ന് രാത്രി ലാറ ചെറുതായിരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും കൂടി നേർരേഖയിൽ വരുന്ന ആ ഒരു പ്രതിഭാസത്തെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ അവൾ ഇങ്ങനെ സ്വപ്നത്തിലൂടെ കാണാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ലാറ ഇപ്പൊ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവൾ ഉറക്കത്തിന് ചാടി എണീക്കുകയാണ്. തൊട്ടടുത്ത് വെച്ചിട്ടുള്ള ഒരു കത്തി എടുത്തിട്ട് അവൾ വീശുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. അവളുടെ ആ ഒരു വീടിന്റെ ഏതോ ഒരു ഭാഗത്തു നിന്നായിട്ട് ഒരു ക്ലോക്കിന്റെ ഭയങ്കരമായിട്ടുള്ള ടിക് ടിക് സൗണ്ട് അവൾ ഇങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാത്രിയുടെ ഈ ഒരു നിശബ്ദതയിൽ എവിടുന്നാണ് ഈ ഒരു ശബ്ദം വരുന്നതെന്ന്
അറിയാൻ വേണ്ടിട്ട് ആ ഒരു വീട് മുഴുവൻ തിരയാണ്. ഈ ഒരു ശബ്ദത്തിനെ ഫോളോ ചെയ്ത് പോയ സമയത്ത് അവളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു സീക്രട്ട് റൂം അവൾ കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു സീക്രട്ട് റൂമിന്റെ ഉള്ളിൽ കയറി നോക്കുന്ന സമയത്ത് അവിടെ ഒരു പെട്ടി ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് അവൾ കണ്ടു. ഇപ്പോ ഈ ഒരു പെട്ടി എടുത്തിട്ട് അത് പൊളിച്ചു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളില് ഒരു പഴയ ക്ലോക്ക് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ഈ ഒരു സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ആ ഒരു ക്ലോക്കുമായിട്ട് അവള് നേരെ ചെന്നത് പുറത്തൊരു ചെറിയ ക്യാബിനിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ ബ്രേസിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ ഈ വീട്ടില് ഒരുപാട് റൂമുകളുണ്ട്, നീ എന്തിനാ ഈ പുറത്ത് വന്ന് കിടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയാണ്, ഇതാണ് എന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്. ഈ ഒരു വലിയ വീട്ടിലൊന്നും കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് എനിക്ക് കിട്ടില്ലെന്നേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ബ്രേസ് അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ക്യാമറ ഈ ഒരു പഴയ ക്ലോക്കിന്റെ ഉള്ളിലേക്ക് അവനിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. അന്ന് ആ ഒരു സമയത്ത് അതിന്റെ ഉള്ളില് വളരെയധികം തിളങ്ങുന്ന രീതിയിൽ എന്തോ ഒരു സാധനം അവനിങ്ങനെ ആ ഒരു മോണിറ്ററിൽ കാണാണ്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൻ ഈ ഒരു ക്ലോക്ക് മെല്ലെ അഴിച്ചു നോക്കാനായിട്ട് തുടങ്ങുകയാണ്. സ്ക്രൂ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അഴിച്ചു വെക്കുന്നത് കണ്ടിട്ട് ലാറയ്ക്കാണെങ്കിൽ ക്ഷമ കെട്ടിട്ട് അവൾ ആ ഒരു ക്ലോക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ വളരെയധികം തിളങ്ങുന്ന രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ പുറത്തെടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒരു സ്റ്റോപ്പ് വാച്ച് ഒക്കെ പോലെ തോന്നുന്ന ഒരു ഡിവൈസ് ആയിരുന്നു അത്. അതിന്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള എന്തോ ആകൃതികളും കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു നഗരത്തില് പഴയ പുരാവസ്തുക്കളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ലേലത്തിൽ വെക്കുന്ന അവളുടെ അച്ഛന്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ കാണാനായിട്ട് ലാര അങ്ങോട്ടേക്ക് പോവാണ്. അവൾ അവിടെ ചെന്ന സമയത്താണെങ്കിൽ ഒരു ലേലം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് തീരാനായിട്ട് അവൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ലേലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ ഒരു അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ഓഫീസ് റൂമിലേക്ക് ലാര ഇങ്ങനെ നടന്നു പോവാണ്. അതിന്റെ ഇടയിലാണ് അലക്സിനെ അവള് കണ്ടുമുട്ടുന്നത്. അലക്സുമായിട്ട് ലാരയ്ക്ക് പണ്ട് ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെ അതിപ്പോ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ ലാരനെ അവിടെ വെച്ച് കണ്ട സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവളെ സെറ്റാക്കാനായിട്ട് ആശാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാര ഇപ്പൊ അവനോട് പറയാണ്, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പുരാവസ്തുക്കൾ തിരഞ്ഞു കണ്ടുപിടിക്കുന്ന ഒരു ഇല്ലീഗൽ ബിസിനസ് ആയിരുന്നു ആശാൻ ചെയ്തുകൊണ്ടിരുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നും വർക്ക്ഔട്ട് ആവില്ല എന്ന് പറഞ്ഞിട്ട് ലാര ഇപ്പോ അങ്കിളുടെ ആ ഒരു ഓഫീസ് റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അങ്കിളിനെ ഈ ഒരു ഡിവൈസ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ലാര അങ്കിളിനോട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു സീക്രട്ട് റൂമിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഡിവൈസ് കിട്ടിയത്. അത് മാത്രമല്ല അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ള സൂര്യനും മറ്റ് ഗ്രഹങ്ങളൊക്കെ കൂടിയിട്ട് നേർരേഖയിൽ വരുന്ന ആ ഒരു ദിവസം അതിനി അധികം ദിവസമൊന്നുമില്ലല്ലോ, ആ ഒരു കാര്യവുമായിട്ട് ഈ ഒരു ഡിവൈസിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഡിവൈസ് അങ്കിളിന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഡിവൈസ് എടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അങ്കിളിന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും ലാറേനോട് അങ്കിൾ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഡിവൈസിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അങ്കിള് അവൾ അവിടുന്ന് പറഞ്ഞു വിടാണ്. ലാറ ഇപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരുപാട് രാത്രി ആയി കഴിഞ്ഞപ്പോ ലാറയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു അങ്കിൾ തന്നെയായിരുന്നു. അപ്പൊ അങ്കിൾ പറയാണ്, ആ ഒരു ഡിവൈസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരാളുണ്ട്. ഞാൻ അയാളുടെ അഡ്രസ് നിനക്ക് പറഞ്ഞുതരാം, നീ നാളെ നേരിട്ട് തന്നെ ഒന്ന് പോയി കണ്ടോ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ലാറ ഓക്കെ പറഞ്ഞിട്ട് ആ ഒരു കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അങ്കിൾ ആണെങ്കിൽ ലാറയുടെ അച്ഛന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ലാറയുടെ ഫാദറിനോട് ഒരുപാട് സോറി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലാറ പിറ്റേ ദിവസം രാവിലെ അങ്കിൾ കൊടുത്തിട്ടുള്ള ആ ഒരു അഡ്രസ്സുമായിട്ട് ഈ പറഞ്ഞ ആളെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ആ ഒരു വീട്ടിലോട്ട് വന്നേക്കാണ്. നോക്കുന്ന സമയത്ത് ഭയങ്കര കൊട്ടാരം പോലത്തെ ഒരു വീടും ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇയാള് സാധാരണ ഒരു ലോയർ ആണെന്നാണ് അങ്കിള് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ലാറയ്ക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഇയാൾ ലോയർ തന്നെയാണോ എന്നുള്ളത് അയാളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു പയ്യനോട് ചോദിക്കുന്നുണ്ട്. അയാൾ പറയാണ്, ആ എന്റെ മാസ്റ്റർ ഒരു ലോയർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് അയാൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഇലുമിനാറ്റീസിന്റെ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പർ ആയിട്ടുള്ള പൗല് തന്നെയായിരുന്നു. അത് പൗല് ലാറയുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഈ ഒരു ഡിവൈസിനെ പറ്റിയിട്ട്. പൗല് ഇപ്പൊ പറയാണ്, ഓക്കെ എനിക്ക് തീർച്ചയായിട്ടും തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. ആ ഒരു ഡിവൈസ് കാണാതെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, അപ്പൊ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കുമെന്ന് പറയാണ്. ഇവളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഡിവൈസ് തന്നെയാണ് ഈ ഒരു ഇലുമിനാറ്റീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശക്തിയിലേക്കുള്ള കീ. ഇതിപ്പോ അങ്കിള് പറഞ്ഞിട്ട് നമ്മുടെ പൗലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കീ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ലാറേനെ പൗൽ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഈ ഒരു ഡിവൈസും കൊണ്ടാണ് ലാറ വന്നിട്ടുള്ളതെന്നാണ് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവള് വളരെ ബുദ്ധിപരമായിട്ട് അതിന്റെ ഒരു കളർ ഫോട്ടോ കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ ആശാന് കാണിച്ചു കൊടുക്കുകയാണ്. പൗല് ചെറുതായിട്ടൊന്ന് പ്ലിങ് ആവുന്നുണ്ടെങ്കിലും ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പം അവൻ ഒരുപാട് എക്സൈറ്റഡ് ആവാണ്. കാരണം കാലങ്ങളായിട്ട് ഇവർ തെരഞ്ഞു നടന്നുകൊണ്ടിരുന്ന ആ ഒരു ഡിവൈസ് അതിപ്പോ എവിടെയാണെന്നുള്ളത് നമ്മുടെ പൗലിന് മനസ്സിലായിട്ടുണ്ട്. പൗൽ ഇപ്പൊ പറയാണ്, ഇതിങ്ങനെ ഫോട്ടോ ആയിട്ട് കണ്ടിട്ട് എനിക്ക് കാര്യമില്ല, ഞാൻ നാളെ എന്തായാലും ലാറയുടെ അടുത്തേക്ക് വരാം. എന്നിട്ട് ആ ഒരു ഡിവൈസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്കത് എന്താന്നുള്ളത് വിശദീകരിച്ച് തരാനായിട്ട് പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ലാറേനെ അവിടുന്ന് മടക്കി അയക്കുന്നുണ്ട്. ലാറയ്ക്കാണെങ്കിൽ പൗലിന്റെ ഈ ഒരു പെരുമാറ്റത്തില് എന്തൊക്കെയോ ഭയങ്കര മിസ്റ്ററി തോന്നുന്നുണ്ട്. അങ്ങനെ ലാറ ഇപ്പൊ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പുറത്ത് നല്ലൊരു മഴയൊക്കെ പെയ്തുകൊണ്ടിരുന്ന ഒരു രാത്രിയായിരുന്നു അത്. ലാറയാണെന്നുണ്ടെങ്കിൽ അവളുടെ വീടിന്റെ റൂഫിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 കയറിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് ആ ഒരു ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവളിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ലാറയുടെ വീടിന്റെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. കയ്യില് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വെപ്പൺസും ബുള്ളറ്റ് പ്രൂഫുകളും മറ്റൊക്കെ ധരിച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് പോകുന്ന മിലിറ്ററിക്കാരാണെന്നേ നമുക്ക് തോന്നുള്ളൂ. ഇത് മറ്റാരും ആയിരുന്നില്ല, പൗവൽ അയച്ചിട്ടുള്ള ഇലുമിനാറ്റീസിന്റെ ആ ഒരു ചാവേർപ്പടയായിരുന്നു. അവര് വന്നിട്ട് ലാറയുടെ ഈ ഒരു വീട്ടിലേക്ക് ഇടിച്ച് കയറുന്നുണ്ട്. പക്ഷെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു മുതല് ആരാന്നുള്ളത് അവന്മാർക്ക് അറിയില്ലല്ലോ. ലാറ ഇപ്പൊ ചാടി
വീണിട്ട് എല്ലാണത്തിനും അടിച്ച് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ റോപ്പിൽ കിടന്ന് തൂങ്ങി ആടിയിട്ട് താഴെ ഉണ്ടായിരുന്നവന്മാരെ മുഴുവനും വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ബ്രേസും ഹിലറിയും കൂടിയിട്ട് ലാറേനെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവൾ ഇപ്പൊ ഡിഫെൻഡ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അവൾ ഹൈ സെക്യൂരിറ്റിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കീ ഈ ഒരു ടീംസ് എങ്ങനെയൊക്കെയോ കൈക്കലാക്കുകയാണ്. ഈ വന്നവന്മാര് അവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ലാറയ്ക്ക് ആ ഒരു കീ നഷ്ടപ്പെട്ട കാര്യം മനസ്സിലായത്. ഇതേപോലുള്ള ഹെവി ആയിട്ടുള്ള ടീമുകളൊക്കെ ഇതിന്റെ പുറകെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കീയുടെ പുറകില് എന്തോ ഒരു വലിയ രഹസ്യമുണ്ട് എന്നുള്ളത് ലാറയ്ക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. തലേ ദിവസത്തെ ഫൈറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു വീട് ആകെ അലങ്കോലമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ ഹില്ലറിയും ബ്രീസും കൂടിയിട്ട് അതൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്താണ് അവിടേക്ക് ഒരു പോസ്റ്റ്മാൻ കടന്നു വരുന്നത്. അയാള് ലാറയ്ക്ക് ഒരു കത്തെടുത്ത് കൊടുക്കുകയാണ്. പോസ്റ്റ്മാൻ ആണെങ്കിൽ ഈ ഒരു വീട് തകർന്ന് കിടക്കുന്നൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ ലാറേനെ നോക്കുന്നുണ്ട്. ലാറ ഇപ്പൊ പറയാണ്, എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ എറിഞ്ഞു പിടിക്കുന്ന ചെറിയൊരു ശീലമുണ്ട്, അതാണ്, വേറെ ഒന്നും ഇല്ലാതൊക്കെ പറഞ്ഞിട്ട് അയാളപ്പോ പറഞ്ഞു വിടുന്നുണ്ട്. പോസ്റ്റ്മാൻ അവിടുന്ന് പോയ ഉടനെ ലാറ ആ ഒരു കത്തൊന്ന് പൊട്ടിച്ച് വായിച്ചു നോക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുള്ള അവളുടെ അച്ഛൻ ലോർഡ് റിച്ചാർഡ് എഴുതിയ ഒരു കത്തായിരുന്നു അത്. കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് തന്നെ അവളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് റിച്ചാർഡ് ഈ ഒരു കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് അവളുടെ അച്ഛനെ പറ്റിയിട്ടുള്ള ഓർമ്മകള് ലാറയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ലാറയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. കത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കോഡ് ഭാഷയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്കറിയാം ഇതിനോടകം നിനക്ക് ആ ഒരു ഡിവൈസ് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളത്. അതിനെ പറ്റിയിട്ടുള്ള രഹസ്യങ്ങൾ നമ്മളുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു പുസ്തകത്തിന്റെ ഉള്ളിലുണ്ട് എന്നായിരുന്നു ഈ കോഡ് ഭാഷയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന കുറിപ്പ്. ലാറ കത്തുമായിട്ട് ഇപ്പൊ നേരെ ലൈബ്രറിയിലേക്ക് പോവാണ്. അച്ഛൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്ക് അവൾ തെരഞ്ഞു കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബുക്ക് മുഴുവനും അവൾ അരിച്ചു പെറുക്കിയെങ്കിലും അതിനകത്ത് ഈ ഒരു ഡിവൈസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് തെരഞ്ഞ സമയത്ത് ബുക്കിന്റെ പുറംചട്ടയ്ക്ക് മുകളിലായിട്ട് ഒരു ത്രികോണാകൃതിയിലുള്ള എംബ്ലം ലാറ ഇപ്പൊ കാണാണ്. പുറംചട്ട അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് മെല്ലെ കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അതിനകത്ത് റിച്ചാർഡ് എഴുതി വെച്ചിട്ടുള്ള ഒരു കുറിപ്പ് അതിപ്പോ ലാറയുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. അവളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു സീക്രട്ട് റൂമിൽ നിന്ന് അവൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കീയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു റിച്ചാർഡ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജനവിഭാഗം അവരുടെ അന്നത്തെ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു ഡിവൈസ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സമയത്തെ വരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരുന്നു അത്. ഇതിന്റെ സഹായത്തോടെ വളരെ മികച്ച രീതിയിലുള്ള ഒരു നാഗരികത തന്നെ അവരവിടെ പടുത്തുയർത്തുകയുണ്ടായി. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം ചില ദുഷ്ടശക്തികളുടെ കയ്യിലേക്ക് ഈ ഒരു ഉപകരണം എത്തിപ്പെട്ടു. അതിന്റെ ഫലമായിട്ട് എല്ലാം നശിച്ചു പോവുകയായിരുന്നു. ചില ആളുകൾ ഈ ദുഷ്ടശക്തികളോട് പോരാടിയിട്ട് അത് വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് ലോകത്തിന്റെ രണ്ട് ഭാഗത്തായിട്ട് വളരെ രഹസ്യമായിട്ട് അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇലുമിനാറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ഈ ഒരു ഡിവൈസ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതിലേക്കുള്ള കീ ആണ് നിനക്ക് നമ്മളുടെ ആ ഒരു സീക്രട്ട് റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നിന്റെ ചെറുപ്പത്തിൽ ഞാൻ നിനക്ക് സമ്മാനിച്ചിട്ടുള്ള ആ ഒരു വെളുത്ത പൂക്കൾ അത് എവിടെ നിന്നാണ് ഞാൻ നിനക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? അതെ, കംബോഡിയ. അവിടെയാണ് ആദ്യത്തെ ആ ഒരു ഭാഗം ഒളിച്ചു വെച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന ആ ഒരു ഗ്രഹണത്തിന് മുന്നേ അത് എങ്ങനെയെങ്കിലും നീ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയണം. അതൊരിക്കലും അവരുടെ കയ്യിൽ കിട്ടാനായിട്ട് പാടില്ല. ഇത് എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒന്നാണ്. ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചു തീർന്ന ഉടനെ ലാറ ഇപ്പോ കംബോഡിയയിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവിടെ എങ്ങനെ എത്തിപ്പെടുന്നു ബ്രേസ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ലാറ ഇപ്പോ ആ ഒരു റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്ന അവളുടെ മിലിറ്ററിയിൽ വർക്ക് ചെയ്ത സമയത്തുള്ള ആ ഒരു ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഈ ഒരു സീൻ കേട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്നത് ആകാശത്തോടെ പറന്നു പോകുന്ന ഒരു ഹെലികോപ്റ്റർ, അതിൽ തൂക്കിയിട്ടിട്ടുള്ള ഒരു ജീപ്പ്, ആ ഒരു ജീപ്പിനുള്ളിൽ ലാറ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, അവളുടെ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്സ് വളരെ വേഗത്തിൽ തന്നെ കംബോഡിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് അവളെ എത്തിച്ചിട്ടുണ്ട്. കംബോഡിയയിൽ ഉണ്ടായിരുന്ന ഒരുപാട് അതിപുരാതനമായിട്ടുള്ള ടെമ്പിളുകൾ അത് അവളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിലാണ് അവൾ ഒരു കാര്യം കാണുന്നത്. ഒരു വലിയ ടെമ്പിളിന് മുന്നിലായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് അവളിപ്പോ കാണാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ പവൽ ഇങ്ങനെ ഇരിക്കുന്നത് ലാറ കാണുന്നത്. പവല് മാത്രമല്ല, അലക്സും ഉണ്ടായിരുന്നു അവന്റെ കൂടെ. അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളുടെ ഹെൽപ്പ് എടുത്തിട്ട് ആ ഒരു ടെമ്പിളിന്റെ വാതിലിങ്ങനെ ഇടിച്ച് തുറക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോ ലാറയ്ക്ക് ഒരു കാര്യം ഉറപ്പായി. ഈ ഒരു ടെമ്പിളിനുള്ളിലാണ് അവർ അന്വേഷിക്കുന്ന ആദ്യത്തെ ആ ഒരു ഭാഗം ഉള്ളത്. പിന്നെ ഒട്ടും സമയം കളയാനായിട്ട് ലാറ നിന്നിട്ടില്ല. ഈ ഒരു ജീപ്പുമായിട്ട് ആ ഒരു ടെമ്പിളിന്റെ ഭാഗത്തേക്ക് ലാറ ഇങ്ങനെ പോവാണ്. ഈ ടെമ്പിളിന്റെ പുറകുവശത്ത് എത്തി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആ ഒരു ടെമ്പിളിന്റെ ഭാഗത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ നിൽക്കുന്നത് ലാറ കാണാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ജീപ്പ് അവിടെ നിർത്തിയിട്ട് ഇപ്പൊ മെല്ലെ ആ ഒരു കുട്ടിയെ കണ്ട ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതൊരു അതിപുരാതനമായിട്ടുള്ള ടെമ്പിൾ ആയിരുന്നു. ഈ ഒരു കുട്ടി ലാറയെ കണ്ടതും ആ ഒരു ടെമ്പിളിന്റെ ഉള്ളിലേക്ക് ഓടി പോവുകയാണ്. ലാറയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയെ പിന്തുടർന്ന് ടെമ്പിളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ടെമ്പിളിന്റെ ഉൾഭാഗത്ത് എത്തിയ സമയത്താണെങ്കിൽ ഒരു സൈഡിലായിട്ട് അവളുടെ അച്ഛൻ അവൾക്ക് സമ്മാനമായി കൊടുത്തിട്ടുള്ള ആ ഒരു വെളുത്ത പൂക്കള് അവൾ അവിടെ കാണാണ്. അതിലൊരെണ്ണം പറിച്ച് സ്മെല്ല് ചെയ്ത് നോക്കാണ്. ഈ ഒരു സമയത്ത് അവൾ നിന്നിട്ടുള്ള ആ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. ലാറയും അതിന്റെ കൂടേക്ക് വന്ന് വീഴാണ്. ഇത് ആ ഒരു ടെമ്പിളിന്റെ ഉൾഭാഗത്തേക്കാണ് വന്ന് വീണിട്ടുണ്ടായിരുന്നത്. അവിടെ നോക്കുന്ന സമയത്ത് ഒരുപാട് വർഷം പഴക്കമുള്ള കുറെ പ്രതിമകൾ അങ്ങനെ കാണുന്നുണ്ട്. ഇതെല്ലാം നോക്കി കണ്ടിട്ട് ലാറ ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് പുറത്തു നിന്നും ആ ഒരു ഡോർ ഇടിച്ചു പൊളിച്ചിട്ട് നമ്മുടെ പവലും അവരുടെ ആ ഒരു ടീമും കൂടിയിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നത്. ഇപ്പൊ അവരുടെ കണ്ണിൽ പെട്ടിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ലാറ അവിടെ കണ്ടിട്ടുള്ള ഒരു തൂണിന്റെ
തൂണിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ മറിഞ്ഞു നിൽക്കാണ്. പവല് അകത്തേക്ക് കയറി വന്നിട്ട് ഇപ്പൊ അവരുടെ കൂടെയുള്ള ആളുകളോട് പറയാണ്, നമുക്കിനി അധികം സമയമില്ല, നമ്മൾ തേടി വന്നിട്ടുള്ള ആ ഒരു ഉപകരണം അത് ഒളിപ്പിച്ചു വെച്ച ഭാഗത്തിന്റെ ചാവിയാണിത്. ഇത് കൃത്യമായിട്ട് ഫിറ്റ് ആവുന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലാറ ആ ഒരു തൂണിന്റെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അവള് അവിടെ എഴുതി വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം ഇങ്ങനെ കാണുകയാണ്. അത് വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ എല്ലാം കാണുന്ന ആ ഒരു കണ്ണിലൂടെ നോക്കൂ, അപ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥാനം എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് വെളിപ്പെടും എന്നായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ലാറ ഇപ്പൊ അത് വായിച്ചിട്ട് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്തെടുക്കുന്നുണ്ട്. പവലാണെങ്കിൽ ഇവരെ കൂടെ വന്നിട്ടുള്ള ആ ഒരു ടീമിനോട് ഇപ്പൊ അലാതിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും സമയം നമുക്ക് പാഴാക്കാനായിട്ടില്ല, അതുകൊണ്ട് തന്നെ വേഗം കണ്ടുപിടിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു ടീമില് അലക്സ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അവനോട് ആ ഒരു സ്ഥലം എവിടെയാ നോക്ക് എന്നിങ്ങനെ പവല് കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അലക്സ് ആണെങ്കിൽ ആ ഒരു ഭാഗം മുഴുവൻ തപ്പി നോക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് അവരുടെ തൊട്ടു മുന്നിലായിട്ട് 6 കൈകളുള്ള ഒരു വലിയ ബുദ്ധന്റെ പ്രതിമ അവൻ കാണുന്നത്. ഈ ഒരു പ്രതിമ കണ്ടപ്പോ തന്നെ എന്തോ ഒരു അസ്വാഭാവികത അവന് തോന്നുന്നുണ്ട്. ബുദ്ധന്റെ 6 കൈയിലായിട്ട് ഓരോരോ പടുകൂറ്റൻ വാളുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു ബുദ്ധന്റെ മടിയിലായിട്ട് വലിയൊരു പാത്രം ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളില് പച്ച നിറത്തിലുള്ള എന്തോ ഒരു തരം ദ്രാവകവും അതിന്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ പവല് നിൽക്കുന്ന ആ ഒരു ഭാഗത്താണെങ്കിൽ ബുദ്ധന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു 6 വാളുകളും കൃത്യമായിട്ട് ഫിറ്റ് ആവുന്ന തരത്തില് ഓരോരോ ഹോളുകളും അലക്സ് കാണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പണിക്കാരെടുത്ത് ഈ ഒരു വാളുകള് അവിടുന്ന് ഇറക്കാനായിട്ട് പറയാണ്. ബുദ്ധന്റെ കയ്യിലുള്ള 6 വാളുകളും ഇപ്പൊ അവര് ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഹോൾസിലേക്ക് ഇറക്കി വെക്കാണ്. ഇതിന് നടുക്കായിട്ട് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആ ഒരു സ്പേസിലാണ് ഈ ഒരു ചാവി വെക്കേണ്ടതെന്ന് അലക്സ് ഇപ്പോ പവലിനോട് പറയാണ്. പവല് ആ ഒരു ചാവി അതിലേക്ക് വെക്കാൻ തുടങ്ങിയ അതേ സമയത്ത് തന്നെ ലാറ മുകളിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ ഉറക്കെ വിളിച്ചു പറയാണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു തെറ്റാണ്, അവിടെയല്ല ആ ഒരു ചാവി വെക്കേണ്ടത്, ഇതാണ് കൃത്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് അവൾ കാണുന്നുണ്ട്. അത് പവലിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ലാറ വായിച്ചിട്ടുള്ള ആ ഒരു എഴുത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാം കാണുന്ന ബുദ്ധന്റെ കണ്ണിന് നേരെയാണ് ആ ഒരു ചാവിയിടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ലാറ പവലിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇനി വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ലാറയ്ക്ക് പവൽ ആ ഒരു ചാവി ഇപ്പൊ എറിഞ്ഞു കൊടുക്കുകയാണ്. ലാറ ഓടിപ്പോയിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ ആ ഒരു ചാവി കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് വലിയൊരു പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അതിങ്ങനെ വലിയ കയറുകളിലാണ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ മുൻവശത്തായിട്ട് ഒരു പ്രത്യേകതരം സൂചിയും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ആടിയാടിയിട്ട് ബുദ്ധന്റെ മടിയിലിരിക്കുന്ന ആ ഒരു പാത്രത്തിൽ ചെന്ന് ഇടിക്കണം. ആ സമയത്ത് ഈ ഒരു സൂചി കൊണ്ടിട്ട് പാത്രത്തിന്റെ മുൻവശം ചെറുതായിട്ടൊന്ന് പൊട്ടും. അപ്പോ അതിൽ നിറച്ചു വെച്ചിട്ടുള്ള ആ ഒരു ജലം മുഴുവനും പുറത്തേക്ക് ഒഴുകണം. എന്നാൽ മാത്രമേ ആ ഒരു ഡിവൈസ് പുറത്തേക്ക് വരുള്ളൂ. പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു സെറ്റപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പെട്ടി ഇപ്പോ ആ ഒരു ബുദ്ധന്റെ പ്രതിമയുടെ അടുത്തേക്കൊന്നും എത്തുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലാറ ഓടിപ്പോയിട്ട് ആ ഒരു പെട്ടീന്റെ മുകളിലേക്ക് ചാടുകയാണ്. എന്നിട്ട് അവളുടെ ഫോഴ്സ് കൂടി ഉപയോഗിച്ചിട്ട് ഈ ഒരു പെട്ടീനെ ഇങ്ങനെ ശക്തമായിട്ട് തള്ളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പെട്ടിയുടെ മുന്നിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു സൂചി ഇപ്പൊ ആ ഒരു പാത്രത്തിൽ ചെന്ന് ഇടിക്കുന്നുണ്ട്. ആ ഒരു പാത്രത്തിലുള്ള ജലം മുഴുവനും ഇപ്പൊ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബുദ്ധന്റെ മടിയിലിരിക്കുന്ന ആ ഒരു പാത്രത്തിൽ നിന്നും അതിശക്തമായിട്ടുള്ള വെളിച്ചം ഇപ്പൊ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പൗല് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത്, അതായത് ഇവർ ആ വാളുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു ഭാഗം, അവിടുന്ന് നല്ല കറുത്ത രീതിയിലുള്ള എന്തോ ഒരു തരം ദ്രാവകം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നടുക്കിപ്പോ ഇവർ അന്വേഷിച്ച് വന്നിട്ടുള്ള ആ ഒരു ട്രയാങ്കിൾ ഡിവൈസിന്റെ പകുതി പോർഷൻ അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ പവലിന് നല്ല സന്തോഷമാവുന്നുണ്ട്. പവൽ അത് എടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ആ ഒരു പെട്ടിയില് തൂങ്ങിയാടി വന്നിട്ടുള്ള നമ്മുടെ ലാറ ഈ ഒരു ഡിവൈസിന്റെ പകുതി ഭാഗം എടുത്തുകൊണ്ട് അവിടുന്ന് ഓടുകയാണ്. ഇപ്പൊ പവലിന്റെ കൂടെ വന്നിട്ടുള്ള ബാക്കി എല്ലാവരും തന്നെ ലാറേനെ ഷൂട്ട് ചെയ്തിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. ആ ഒരു കറുത്ത ദ്രാവകം അതിപ്പോ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോരോ പ്രതിമകളിലേക്കായിട്ട് അതിങ്ങനെ കയറി പോകുന്നുണ്ട്. ഈ ഒരു ദ്രാവകം ശിലകളിലേക്ക് കയറി അതേ സമയത്ത് തന്നെ ആ പ്രതിമകൾക്കെല്ലാം ഇപ്പൊ ജീവൻ വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ അല്ലേ അവിടുന്ന് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരെ മുഴുവനും ഇപ്പൊ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വിധത്തില് അതിനെ ഷൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരെല്ലാരും പുറത്തേക്ക് കടന്നിട്ടുണ്ട്. പക്ഷെ ലാറയ്ക്ക് മാത്രം എങ്ങോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളിപ്പോ നിൽക്കുന്നത് ആ ഒരു വലിയ ബുദ്ധന്റെ പ്രതിമയുടെ മുന്നിലാണ്. ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അലക്സ് അഴിച്ചു വെച്ചിട്ടുള്ള ബുദ്ധന്റെ പ്രതിമയിലുണ്ടായിരുന്ന ആ ഒരു ആയുധങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും അവിടുന്ന് ഇളകിയിട്ട് ബുദ്ധന്റെ കയ്യിലേക്ക് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ബുദ്ധന്റെ പ്രതിമ ലാറേനെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. അവൾ കുറെ ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രതിമയ്ക്ക് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ പെട്ടിയിലേക്ക് അവൾ ചാടിയിട്ട് ഒരു ചവിട്ട് കൂട്ടുന്നുണ്ട്. ഇപ്പൊ ഡയറക്ഷൻ മാറിപ്പോയിട്ടുള്ള ആ ഒരു വലിയ കൂറ്റൻ പെട്ടി നേരെ വന്നിട്ട് ഈ ബുദ്ധന്റെ പ്രതിമയിലേക്ക് വന്ന് ഇടിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രതിമ അവിടെ തകർന്ന് വീഴുന്നുണ്ട്. ആ ഒരു ബിൽഡിംഗ് മുഴുവനും ഇപ്പൊ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ലാറ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പക്ഷേ അവളുടെ പുറകില് ഒരു വിചിത്രമായ ജീവിയുടെ പ്രതിമ ഇവളെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അവൾ കുറെ അതിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. വീണ്ടും അവളുടെ പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ലാറ ഇപ്പൊ അവളുടെ സകല സ്പീഡ് എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഓടുകയാണ്. അവളങ്ങനെ ഓടിയിട്ട് ആ ഒരു ടെമ്പിളിന്റെ പുറത്തേക്ക് ഇങ്ങനെ ചാടുകയാണ്. എന്നാൽ അവളുടെ തൊട്ടു പുറകിലായിട്ട് ആ ഒരു പ്രതിമയും വരുന്നുണ്ടായിരുന്നു. അതും ലാറയുടെ പുറകെ ഈ ഒരു ടെമ്പിളിന്റെ പുറത്തേക്ക് എടുത്ത് ചാടുകയാണ്. എന്നാൽ സൂര്യന്റെ വെളിച്ചം തട്ടി ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പ്രതിമ പൊട്ടി തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ഈ ഒരു പ്രതിമയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ലാറ ആ ഒരു കാട്ടിക്കൂടെ ഇങ്ങനെ ഓടുകയാണ്. എന്നാൽ അവളുടെ തൊട്ടു പുറകിലായിട്ട് പവലിന്റെ ആളുകളും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കണ്ണു പിടിച്ചിട്ട് അവൾ ആ ഒരു കാട്ടിക്കൂടെ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിയിട്ട് ഇപ്പൊ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ എത്തി നിൽക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അലക്സും ഒരു ഗണ്ണുമായിട്ട് അവളുടെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കുകയാണ്. മര്യാദയ്ക്ക് ആ ഒരു ഡിവൈസ് എന്റെ കയ്യിലേക്ക് തന്നോ,
അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അലക്സിന് ഇപ്പോഴും ലാറയോട് ആ ഒരു പഴയ ഇഷ്ടമുണ്ടെന്നുള്ളത് ലാറയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവള് പറയാണ് നീ എന്നെ ഷൂട്ട് ചെയ്യും അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് അവൾ എടുത്തങ്ങനെ ചാടുകയാണ്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട ലാറ നേരെ പോയത് കംബോഡിയയിൽ ഉണ്ടായിരുന്ന മറ്റൊരു സന്യാസിമാരുടെ ഒരു ചെറിയ ഗ്രാമത്തിലേക്കായിരുന്നു. അവിടെ ചെന്ന് ഈ ഒരു സന്യാസിമാരുടെ കൂടെ ലാറ അങ്ങനെ കൂടുകയാണ്. അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ ഈ ഒരു സന്യാസിമാര് ട്രീറ്റ് ചെയ്ത് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ലാറ പവലിനെ വിളിക്കുകയാണ്. പവലാണെന്നുണ്ടെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അയാൾ പറയുന്നുണ്ട് ആ ഒരു ചാവി അതെന്റെ കയ്യിലാണുള്ളത്, അതുകൊണ്ട് തന്നെ നിനക്ക് ഈ ഒരു ഡിവൈസിന്റെ പകുതി ഭാഗം വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഒരുമിച്ച് നീങ്ങാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ലാറ അതിന് സമ്മതിക്കുകയാണ്. അതിന് മുന്നേറ്റ് എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം എന്നിങ്ങനെ പറയാണ്. ഈ ഒരു ഫോൺ കോൾ ഒക്കെ കഴിഞ്ഞിട്ട് ലാറ നേരെ പോയത് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധ സന്യാസിമാരുടെ ആ ഒരു തലവന്റെ അടുത്തേക്കായിരുന്നു. ആ ഒരു സന്യാസി ലാറയ്ക്ക് കുടിക്കാനായിട്ട് ഒരു കോഫി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോഫി കുടിച്ച ഉടനെ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവുകളൊക്കെ പെട്ടെന്ന് തന്നെ ഹീലായി പോവാണ്. ഇപ്പൊ ഈ ഒരു സന്യാസി ലാറയോട് പറയാണ് നിന്നെ കാണുന്ന സമയത്ത് എനിക്ക് നിന്റെ അച്ഛനെ തന്നെയാണ് ഓർമ്മ വരുന്നത്, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ ലാറയുടെ അച്ഛനായിട്ടുള്ള റിച്ചാർഡിനെ പറ്റിയിട്ട് ഇപ്പൊ ആ ഒരു സന്യാസി ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ലാറയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്യാസിമാരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് ലാറ ഇപ്പൊ നേരെ പോയത് വെനീസിലെ ഇലുമിനാറ്റീസിന്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ഹാളിലേക്കാണ്. പൗലും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവൻ ലാറയോട് പറയാണ് ലാറ നിനക്കറിയോ ആ ഒരു ട്രയാങ്കിൾ ഡിവൈസിന്റെ പവർ എന്താണെന്നുള്ളത്, നീ നമ്മുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം തന്നെ ഭരിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാറേനെ അവരുടെ ആ ഒരു സൈഡിൽ നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ലാറ അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പവല് ആ ഒരു സീറ്റിൽ ഇരുന്നിട്ട് പറയാണ് നിനക്കറിയോ ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ടുള്ള ആ ഒരു പ്രധാന വ്യക്തി ആരാന്നുള്ളത്, അത് മറ്റാരും അല്ല നിന്റെ അച്ഛൻ ലോർഡ് റിച്ചാർഡ് തന്നെയാണ്. ഇത് കേട്ടിട്ട് ലാറയ്ക്ക് ആകെ അത്ഭുതമാവുന്നുണ്ട്. അവൾ അത് തീരെ വിശ്വസിക്കുന്നില്ല. ഇപ്പോ പൗല് പറയാണ് അതെ കുറെ വർഷങ്ങൾക്ക് മുന്നേ നിന്റെ അച്ഛനും ഇലുമിനാറ്റീസിന്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആയിരുന്നു. വെറും മെമ്പർ ആയിരുന്നില്ല, ഈ ഒരു കമ്മ്യൂണിറ്റി ലീഡ് ചെയ്യുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു. ഇത് കേട്ടിട്ട് ലാറയ്ക്ക് എന്തോ വല്ലാതെ ആവുന്നുണ്ട്. അവൾ അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോ പൗല് വന്നിട്ട് പറയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മരിച്ചു പോയിട്ടുള്ള നിന്റെ അച്ഛനെ വരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും, നീ ആലോചിച്ച് നോക്ക് എന്നിങ്ങനെ പൗല് പറയുന്നുണ്ട്. റഷ്യയിലെ മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു പ്രദേശത്താണ് രണ്ടാമത്തെ ഭാഗം ഉള്ളത്. അപ്പൊ അത് എടുക്കാനായിട്ട് ഇവരെല്ലാരും കൂടി ടീം അപ്പ് ആയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ലാറയ്ക്ക് എങ്ങനെയെങ്കിലും അവളുടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലാറ ഇപ്പൊ ഇവരുടെ കൂടെ നിൽക്കുന്നത്. അവരങ്ങനെ ആ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഭാഗത്തു കൂടി ഒരുപാട് ദൂരം അങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ പോയി ഇപ്പോ ഈ ഒരു ഭാഗത്ത് ജീവിക്കുന്ന ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റി അവരുടെ ആ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. മഞ്ഞിലൂടെ നീങ്ങാൻ കഴിയുന്ന കുറച്ച് ഡോഗ്സിനെ അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു മഞ്ഞ് വീണ് കിടക്കുന്ന പ്രദേശത്തൂടെ ഇവരുടെ യാത്ര അവർ വീണ്ടും തുടരുകയാണ്. ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ മോശമായിരുന്നു. മഞ്ഞിങ്ങനെ തുടർച്ചയായി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കൊടും തണുപ്പിലൂടെ ഇവരിങ്ങനെ ഒരുപാട് ദൂരം വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ തേടി വന്നിട്ടുള്ള ആ ഒരു കോട്ടയ്ക്ക് മുന്നിൽ അവർ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോട്ടയ്ക്കുള്ളിലാണ് അവർ അന്വേഷിച്ച് വന്നിട്ടുള്ള ആ ഒരു രണ്ടാമത്തെ ഭാഗം ഉള്ളത്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് പോവാണ്. പക്ഷെ അധിക ദൂരം അവർക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ മുന്നിലുള്ള ആ ഒരു വഴി അവിടെ അടഞ്ഞു കിടക്കുന്നതായിട്ട് അവർ കാണുകയാണ്. ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ലാറ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്ന ഒരു വലിയ മണി അത് അതിശക്തമായിട്ട് ലാറ ഇങ്ങനെ അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ലാറ ഈ ഒരു മണി മുഴക്കിയ ആ ഒരു സമയത്ത് തന്നെ അവർ നിൽക്കുന്നതിന് മുന്നിലായിട്ടുള്ള ആ ഒരു ഭിത്തി ഇപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞങ്ങനെ വീഴാണ്. അവർക്ക് കടന്നു പോകാനായിട്ടുള്ള ഒരു പാത അങ്ങനെ അവിടെ തുറന്നു കിട്ടുകയാണ്. ഇവരെല്ലാരും കൂടി തന്നെ ഇപ്പൊ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നിട്ട് ഇപ്പോ വലിയൊരു ചേമ്പറിനുള്ളിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ നോക്കുന്ന സമയത്താണെങ്കിൽ സൂര്യനെയും മറ്റു ഗ്രഹങ്ങളെയും പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ഒരു വലിയ ശില്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മെല്ലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും ചലനം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ആ ഒരു ശില്പവും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതെല്ലാം നേർരേഖയിൽ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അധികം സമയം ഉണ്ടായിരുന്നില്ല. ആ ഒരു ചാവി അത് എവിടെയാണ് ഇടേണ്ടതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ള ആ ഒരു ചാവി അതിലിട്ടാൽ മാത്രമേ ഇവർ തേടി വന്നിട്ടുള്ള ആ ഒരു രണ്ടാമത്തെ ഭാഗം ഇവരുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഒരു ഭാഗം മുഴുവനും ഇവരിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ മിന്നി തെളിയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റ് അവർ കാണുന്നത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നായ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചാടുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്താ പറയാ അതിന്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ലൈറ്റിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ടൈം ഇങ്ങനെ ഫ്രീസ് ആവുന്ന ഒരു ഏരിയ ആണ്. ആ ലൈറ്റ് കടന്ന് ഇപ്പുറത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നായക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലൈറ്റ് മിന്നി തെളിയുന്നതിന്റെ ഉൾഭാഗത്ത് മാത്രമേ ഈ ഒരു ടൈം ഇങ്ങനെ ഫ്രീസ് ആവുന്നുള്ളൂ. കളയാനായിട്ട് ഇനി ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം മുഴുവനും അവരിങ്ങനെ അരിച്ച് പെറുക്കാണ് ഈ ഒരു കീ ഇടുന്ന സ്പേസ് കാണാനായിട്ട്. അങ്ങനെ അവസാനം ലാറ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ പവലിന്റെ അടുത്ത് ആ ഒരു കീ വാങ്ങിയിട്ട് ലാറ ആ ഒരു ഗോളത്തിന്റെ അടിയിലുള്ള ആ ഒരു ചാവി ഇടാനുള്ള ഭാഗത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു ചാവി അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാവി ഇട്ട അതേ സമയത്ത് തന്നെ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു എനർജി സോഴ്സ് ഇങ്ങനെ വന്നിട്ട് ലാറയെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ആ
ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ലാറ ആ ഒരു ഗോളത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അവളുടെ കയ്യിൽ ആ ഒരു ട്രയാങ്കിൾ ഡിവൈസിന്റെ രണ്ടാമത്തെ ഭാഗവും ഉണ്ട്. ഇലുമിനാറ്റികളുടെ ആ ഒരു പ്രധാനപ്പെട്ട ലീഡർ അയാൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ കൈകളിലേക്കാണ് ഈ ഒരു രണ്ട് ഭാഗവും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ മുകളിലേക്ക് ഉയർത്തി കാണിച്ചിട്ട് എല്ലാവരോടുമായിട്ട് പറയാണ്, സമയം അതാണ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഘടകം. ആ ഒരു സമയം വരെ ഇനി നമ്മുടെ കൺട്രോളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകം നമ്മളാണ് ഭരിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാള് ആ ഒരു ഡിവൈസിന്റെ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് ചേർക്കാനായിട്ട് തുടങ്ങായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് പൗല് അവന്റെ കൂടെയുള്ള ആളുകളെ നോക്കിയിട്ട് ഒരു കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത്. ഇവൻ കൈ പൊക്കി കാണിച്ച അതേ സമയത്ത് തന്നെ അവര് ഈ ഒരു തലവന് നേരെ ഷൂട്ട് ചെയ്യാണ്. ഈ ഒരു ഡിവൈസിന്റെ മുഴുവനായിട്ടുള്ള കൺട്രോള് അത് നമ്മുടെ പൗലിന് തന്നെ വേണമായിരുന്നു. അത് മാത്രമല്ല ഇലുമിനാറ്റികളുടെ തലവനായിട്ട് അവന് മാറണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പൗൽ ഇങ്ങനെ ചെയ്തത്. ഇപ്പോ ഈ ഒരു രണ്ട് ഭാഗവും അവന്റെ കയ്യിലാണുള്ളത്. മെല്ലെ ആ ഒരു ഡിവൈസ് ഒരുമിച്ച് ചേർക്കാനായിട്ട് തുടങ്ങാണ്. എന്നാൽ ആ ഒരു ഡിവൈസ് ഒരുമിച്ച് ചേർത്ത സമയത്തും അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അവനെങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അവനെ നോക്കിയിട്ട് ലാറ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവൈസ് ആക്ടിവേറ്റ് ആവാത്തത് എന്തുകൊണ്ടാണെന്ന് ലാറയ്ക്ക് അറിയാന്നുള്ളത് പൗലിന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ലാറയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അലക്സിന്റെ നെഞ്ചത്തേക്ക് തന്നെ അവൻ എറിയാണ്. ഈ കത്തി കൊണ്ടിട്ട് അലക്സ് ആ ഒരു വെള്ളത്തിലേക്ക് വീഴാണ്. അവൻ നേരെ പോയി വീണത് ആ ഒരു പ്രതിമേന്റെ ഇടയിലേക്കായിരുന്നു. ലാറ ആണെങ്കിൽ ആ ഒരു വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയിട്ട് അലക്സിനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രതിമയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അവൻ അവിടെ കിടന്ന് മരിക്കുകയാണ്. ഇപ്പോ പൗൽ അവളോട് വിളിച്ചു പറയുന്നുണ്ട്, ഈ ഒരു ഡിവൈസ് ആക്ടിവേറ്റ് ആക്കാൻ എന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അലക്സിനെ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ ഒരു ഡിവൈസ് ആക്ടിവേറ്റ് ആക്കാനായിട്ട് ലാറയോട് പറയാണ്. ലാറ ഇപ്പൊ അവിടുന്ന് മെല്ലെ കയറി വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഡിവൈസ് എടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ചാവി അതെടുത്തിട്ട് നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ടൈം ഫ്രീസ് ആവുന്ന ലൈറ്റ് അതിന്റെ ഉള്ളിലേക്ക് ആ ഒരു ലൈറ്റിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ചാവി എറിയാണ്. ലൈറ്റിന്റെ ഉള്ളിൽ ചാവി എത്തിയ അതേ സമയത്ത് തന്നെ ഇതിപ്പോ പല ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ഡയമണ്ട് അതിപ്പോ ലാറ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഡിവൈസിന്റെ രണ്ട് ഭാഗങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ട് അതിന്റെ നടുഭാഗത്തേക്ക് തന്നെ ഈ ഒരു ഡയമണ്ട് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഡിവൈസ് ആക്ടിവേറ്റ് ആയ അതേ സമയത്ത് തന്നെ അതിൽ നിന്നും ഒരു എനർജി ബ്ലാസ്റ്റ് സംഭവിക്കുകയാണ്. ഇപ്പൊ പൗലും ലാറയും തെറിച്ച് രണ്ട് വശങ്ങളിലേക്കായിട്ട് വീഴുകയാണ്. വളരെയധികം ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് അവർ തെറിച്ച് എത്തിയിട്ടുള്ളത്. അവിടെ തന്നെ വലിയൊരു പിരമിഡും ഉണ്ടായിരുന്നു. ഈ ഒരു പിരമിഡിന്റെ മുകളിലായിട്ട് ആ ഒരു ട്രയാങ്കിൾ ഡിവൈസ് അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ഡിവൈസ് ആദ്യമായിട്ട് എടുക്കുന്നവർക്കായിരിക്കും അതിന്റെ ഫുൾ കൺട്രോൾ കിട്ടുന്നത്. അതിനായിട്ട് ഈ ഒരു പിരമിഡിന്റെ ഒരു വശത്ത് കൂടെ ലാറയും മറ്റൊരു വശത്ത് കൂടെ പൗലും ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിയിട്ട് ലാറ തന്നെ അവസാനം ആ ഒരു ട്രയാങ്കിൾ ഡിവൈസ് കയ്യിൽ വെക്കുകയാണ്. ഇവളുടെ കയ്യിൽ ഈ ഒരു ഡിവൈസ് കിട്ടിയ അതേ സമയത്ത് തന്നെ പൗല് തെറിച്ചിട്ട് ആ ഒരു ഇരുട്ടിലേക്ക് വീഴാണ്. ലാറ ആ ഒരു ഡിവൈസ് അവളുടെ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണടച്ചിട്ട് ഒരു പ്രത്യേക സമയം അവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൾ ആലോചിച്ചിട്ടുള്ള ആ ഒരു സമയത്തേക്ക് തന്നെ അവളിപ്പോ എത്തിയിട്ടുണ്ട്. ലാറയുടെ അച്ഛൻ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം. ഇപ്പോ അവളുടെ അച്ഛനെ ലാറ ഇങ്ങനെ കാണുകയാണ്. അച്ഛനെ കണ്ട സമയത്ത് അവൾക്ക് വളരെയധികം സന്തോഷം വരുന്നുണ്ട്. റിച്ചാർഡിനും ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ലാറ റിച്ചാർഡിനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഇലുമിനാറ്റി എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നുള്ളത് എന്നോട് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്, എന്തിനാണ് എന്റെ അടുത്ത് അത് മറച്ചു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ റിച്ചാർഡ് പറയാണ്, മോളെ നീ പറയുന്നതൊക്കെ ശരിയാണ്. ഒരു കാലത്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായത്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. ഇപ്പൊ ലാറ പറയാണ്, ഞാനിത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇത് നശിപ്പിച്ച് കളയാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് അച്ഛനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അതിനുകൂടി വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ റിച്ചാർഡ് പറയാണ്, മോളെ നീ അതൊരിക്കലും ചെയ്യരുത്. പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ ലാറയെ പറഞ്ഞിട്ട് റിച്ചാർഡ് ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. വളരെയധികം വിഷമിച്ചിട്ടാണെങ്കിലും ലാറയും ഇപ്പൊ അതിന് സമ്മതിക്കുകയാണ്. അവളിപ്പോ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. അവള് നേരെ പോയത് പൗല് അലക്സിനെ നേരെ കത്തി എറിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തേക്കായിരുന്നു. പൗലിന്റെ കയ്യിൽ നിന്നും ആ ഒരു കത്തി അലക്സിന് നേരെ ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ടൈം ഇങ്ങനെ ഫ്രീസ് ആവുന്നുണ്ട്. ഇപ്പൊ ലാറ ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കത്തി അതിന്റെ ഡയറക്ഷൻ തിരിച്ചിട്ട് നേരെ പൗലിന്റെ ഭാഗത്തേക്ക് തന്നെ ആക്കി വെക്കുകയാണ്. എന്നിട്ട് ആ ഒരു ട്രയാങ്കിൾ ഡിവൈസ് അവൾ വെടി വെച്ച് തന്നെ പൊട്ടിച്ച് കളയുന്നുണ്ട്. ഇപ്പോ ടൈം വീണ്ടും നോർമൽ ആവുകയാണ്. ആ ഒരു സമയത്ത് തന്നെ കത്തി പാഞ്ഞു വന്നിട്ട് പവലിന്റെ നെഞ്ചിലേക്ക് കയറാണ്. അങ്ങനെ അവൻ അവിടെ നിലത്ത് വീഴുന്നുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ ഡിവൈസ് നശിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങും ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഇപ്പൊ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് പവല് ലാറേനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ലാറയും അലക്സും ഇതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഇപ്പോഴാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ച് അതിങ്ങനെ പൊക്കി കാണിച്ചിട്ട് പവല് പറയുന്നത്, ഈ ഒരു വാച്ച് നീ കണ്ടോ, ഇത് നിന്റെ അച്ഛനെ കൊന്ന സമയത്ത് ഞാൻ കൈക്കലാക്കിയതാണ്. ഇതിൽ നിന്റെ അമ്മയുടെ ചിത്രമുണ്ട്, പറ്റുകയാണെങ്കിൽ നീ ഇത് വന്ന് വാങ്ങ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോ ലാറയ്ക്കാണെങ്കിൽ ഇപ്പൊ പ്രാന്തളകി വരുന്നുണ്ട്. ലാറ ഇപ്പൊ പവലിന്റെ നേരെ ഓടി ചെല്ലാണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പവല് അവന്റെ ആ ഒരു ദേഷ്യം മുഴുവനും എടുത്തിട്ട് ലാറേനെ എടുത്തിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ലാറയുടെ അച്ഛനെ കൊന്നിട്ടുള്ള ആ ഒരു മനുഷ്യനാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ അവൾക്ക് വീണ്ടും ഇങ്ങനെ പ്രാന്തളകി
ഇളകി വരികയാണ്. ലാറ ഇപ്പൊ പവലിനെ എടുത്തിട്ട് ഇടിച്ച് കൂട്ടുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തില് ലാറ പവലിനെ ഇപ്പൊ കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവന്റെ അടുത്ത് നിന്ന് ആ ഒരു വാച്ചും വാങ്ങിയിട്ട് അവള് പുറത്തേക്ക് ഓടുകയാണ്. ഈ ഒരു സമയമായപ്പോഴത്തേക്കും ആ ഒരു ബിൽഡിംഗ് മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ലാറ അവിടുന്ന് ഒരു വിധത്തിൽ ഓടിയിട്ട് ആ ഒരു നായ്ക്കളെ കെട്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്താണ്. നായ്ക്കൾ കെട്ടി കളിക്കുന്ന ആ ഒരു സ്ലഡ്ജ് അതിന്റെ മുകളിലേക്കൊക്കെ കല്ലും മണ്ണൊക്കെ വേണ്ടിട്ട് അത് നാശമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാറ ആ ഡോഗ്സിനെ അഴിച്ചിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളുടെ ബൂട്ട് ഉപയോഗിച്ചിട്ട് അതിവേഗത്തിൽ തെന്നിയിട്ട് ഈ ഒരു ഗുഹയുടെ പുറത്തേക്ക് പോവാണ്. ഈ ഒരു സമയമായപ്പോഴത്തേക്കും ആ ഒരു ബിൽഡിംഗ് മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞ നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലാറ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവളുടെ അച്ഛന്റെ ഓർമ്മ ദിവസമായിരുന്നു ഒന്ന്. ലാറ ഇപ്പൊ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അച്ഛന്റെ ആ ഒരു കല്ലറയിൽ പോയിട്ട് പൂക്കളൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിങ്ങനെ വരികയാണ്. ഹില്ലറിയുടെ കയ്യിലാണെങ്കിൽ അവൾക്ക് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് അത് 2 നല്ല കിടുക്കാച്ചി പിസ്റ്റൽസ് ആയിരുന്നു. ആ പിസ്റ്റലുകൾ കയ്യിലെടുത്തിട്ട് ബ്രിസ് നന്നാക്കി വെച്ചിട്ടുള്ള അവളുടെ ആ ഒരു റോബോട്ടിന് നേരെ ചൂണ്ടുന്ന ഈ ഒരു സീനും കാണിച്ചിട്ട് ലാറ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റും ചെയ്തു വെച്ചോളൂ. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.